Hello, everybody. Good morning. Good morning, Miss. How are you all? Thank you. Okay. Ma'am. How are you, Miss? I am good. Thank you. ഇപ്പോൾ യൂണിഫോം ഇടാത്ത എത്ര പേരുണ്ടെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. എന്താ നമ്മുടെ കഴിഞ്ഞ അസംബ്ലിയിൽ സാർ പറഞ്ഞ നിങ്ങളോട് യൂണിഫോമിന്റെ ഷർട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ആകാൻ അല്ലേ? ഇപ്പോൾ യൂണിഫോം ഇടാത്തവരൊക്കെ പെട്ടെന്ന് പോയിട്ട് ഇട്ടിട്ട് വാ. യൂണിഫോം കിട്ടിയില്ല? ആദിയ, മുഹമ്മദ് റഫാൻ, ഏദൻ, റിയാനൊക്കെ ഓക്കെ 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 അത് പറഞ്ഞു. ഓക്കെ, വേറെ വീഡിയോ ഓൺ ചെയ്തേ. പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഇഷാനി, ആദിഷ്, അൻവിത, വൈഗ, ആദിശ്രീ. കണ്ടോ യൂണിഫോമിലിട്ടിൽ ഇരിക്കുമ്പോൾ എന്ത് ഭംഗിയാ നിങ്ങളെ കാണാൻ. മുടിയൊക്കെ ചീകി വൃത്തിയാക്കണം അല്ലേ? കണ്ടോ ഫാത്തിമ മെഹറിനെ നോക്കിയേ, എല്ലാവരും നോക്കിയോന്ന്. നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. രണ്ട് ഇതല്ലേ ശരിയാണല്ലോ, നല്ല സുന്ദരിയാണല്ലോ, ഇതല്ലേ സുന്ദരന്മാരൊക്കെയാണല്ലോ. എല്ലാരും നല്ല സുന്ദരന്മാരാണല്ലോ. വൈഗ, റിയാൻ, ഡെൽവിൻ, ഗുഡ് മോർണിംഗ് സാർ. ഫാത്തിമ മെഹറിൻ, ഗുഡ് മോർണിംഗ്. യൂണിഫോം ഇട്ടവരെല്ലാം കാണാൻ നല്ല സുന്ദരന്മാരാ. വേഗം യൂണിഫോം ഇട്ടോ. ബാക്കിയുള്ളവരും ഇവാന, ബിജു വേഗം യൂണിഫോം ഇട്ടോ. നമുക്ക് 10 മിനിറ്റ് യൂണിഫോം ഇടാനുള്ള ടൈമാണ് കേട്ടോ. വേഗം പോയിക്കോ, എന്നിട്ട് വരണം കേട്ടോ. പോയ പോലെ പോവല്ലേ. ഇവാന, ഗുഡ് മോർണിംഗ് മിസ്. ഓ ഗുഡ് മോർണിംഗ്. കണ്ടോ ഡെൽവിനൊക്കെ കാണാൻ തന്നെ ഒരു സുഖമുണ്ട്. എന്തോ പിന്നെ ആദിയുടെ അമ്മയല്ലേ ഇപ്പൊ എന്നെ വിളിച്ചത്? വിളിച്ചിട്ടുണ്ട്. എന്നാലും മിസ് ചോദിക്കും കേട്ടോ. ചിലപ്പോൾ അത് ആദ്യമോളുടെ അമ്മയാണോ വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അതപ്പോൾ ഞാൻ ചോദിക്കും എന്തായാലും എന്താ ഇടാത്തേന്ന് കേട്ടോ. നമുക്ക് ഓക്കെ. ഓ ആദിശ്രീ സന്തോഷായി അല്ലേ? അവള് റെഗുലർ ക്ലാസ്സിൽ അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പൊ ഓൺലൈനിലെ കൂട്ടുകാരുടെ കൂടെ ആയി അല്ലേ നമ്മൾ വീണ്ടും. ഗുഡ് മോർണിംഗ്. ഏദൻ ജെ മാത്യു, വേർ ഇസ് യുവർ യൂണിഫോം? ഏദൻ ഏദൻ ജെ മാത്യു, പ്ലീസ് അൺമ്യൂട്ട്. ഏദന് കേൾക്കാൻ പറ്റുന്നില്ല. ഏദന്റെ കൂടെ ആരാണ് ഇരിക്കുന്നത്? നാക്ക് നീട്ടി കാണിക്കുന്നുണ്ടല്ലോ. ദേ ഞാൻ അങ്ങോട്ട് വരുവേ. ഏദൻ കുഞ്ഞുവാവേനെ അമ്മയോട് പറ, കുഞ്ഞുവാവേനെ അവിടുന്ന് മാറ്റാൻ പറ. ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കുവാണ്. പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ്. അപ്പോൾ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് പതിവ് പോലെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ യൂണിഫോം കമ്പൽസറി ആണ്. അതേപോലെ തന്നെ ക്ലാസ്സിൽ പ്രസൻ്റ് ആവാനും ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏത് സമയത്തെ ക്ലാസ്സിലാണോ പ്രസൻ്റ് ആവാൻ കഴിയാത്തത് ആ ടീച്ചറിനെ വിളിച്ച് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവും. നമ്മൾ ചിലപ്പോൾ അമ്മയുടെ നമ്പറിൽ വിളിക്കുമ്പോൾ കിട്ടില്ല, ചിലപ്പോൾ അപ്പയുടെ നമ്പറിലോട്ട് പോകുമ്പോൾ അപ്പ ജോലിക്കാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ നേരിട്ട് പെട്ടെന്ന് അറിയിക്കുക. ഇപ്പോൾ ആദ്യമൊക്കെ രാവിലെ വിളിച്ചു, യൂണിഫോം എടുത്തില്ല, വേറൊരു സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അതൊക്കെ മതി, അങ്ങനെ പറഞ്ഞു തന്നാൽ മതി നമ്മൾക്ക്. അപ്പോൾ നമ്മളതിവിടെ നോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ടു ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ ഡിസിപ്ലിൻ മസ്റ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണല്ലേ UKGക്ക് ഓൺലൈൻ. വീണ്ടും ഇപ്പോൾ നന്നായിട്ട് പോവാം. നമുക്ക് പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞു, നമുക്ക് പഠിക്കേണ്ടത് ഇനിയിപ്പോൾ ഒരു ലെറ്ററും കൂടിയേ ഉള്ളൂ. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലെറ്റേഴ്സ് ഒന്ന് നന്നായിട്ട് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു മാസം കൂടിയേ ഉള്ളൂ നമ്മൾക്ക് ലാസ്റ്റ് ആനുവൽ എക്സാം ആകാനല്ലേ. അപ്പോൾ സ്കൂളിൽ വന്നിട്ട് ഓൺലൈൻ ക്ലാസ് ആണോ ഇഷ്ടം നിങ്ങൾക്ക്? ഓഫ്ലൈൻ ക്ലാസ് ആണോ?
ഓൺലൈൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടോന്ന് കൈ ഉയർത്താമോ? ഓൺലൈൻ ഇഷ്ടമുള്ളവര് ഓഫ്ലൈൻ ക്ലാസ് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? സ്കൂളിൽ വന്നിട്ട് പഠിക്കാൻ ആഹാ കണ്ടോ 99% അതാണ്. ഓക്കെ, മിസ്സിനും അങ്ങനെയായിരുന്നു. സ്കൂളിൽ വന്ന് നിങ്ങളുടെ എന്താണ് നിങ്ങൾ കുരുത്തക്കേടും അല്ലേ, പാട്ടും കളിയും പാർക്കിൽ പോക്കും എന്ത് രസമായിരുന്നല്ലേ നമുക്കൊരു 2 ആഴ്ച. പെട്ടെന്ന് പോയി. ഓക്കെ ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. ലുബാബ, വേർ ഈസ് യുവർ യൂണിഫോം? ഇവാന, ഷാസിൽ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓക്കെ, ഇപ്പോൾ യൂണിഫോം ഇല്ലാത്തവരൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ക്ഷമിച്ചു, നീ യൂണിഫോം ഇല്ലാതെ ഇപ്പം വേറൊരു സ്ഥലത്താണ് എടുത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡേ മുതൽ കമ്പൽസറി ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഏതുവരെ പഠിച്ചത് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മളൊരു വലിയൊരു വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ നിങ്ങൾക്ക്? കുറേ നാളായി ക്ലാസ് സ്കൂളിൽ പോവാത്തൊരു ഫീലിംഗ് ആണോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ, നിങ്ങളെ കുറേ നാളായി കാണാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 2 ദിവസമേ ആയുള്ളല്ലേ കാണാത്ത, പക്ഷെ ഒത്തിരി നാളായ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ദെൻ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ചോദിക്കട്ടെ ഞാനൊന്ന്, വൈഗ നമ്മൾ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? വ്യഞ്ജനാക്ഷർ അല്ലെ, സംയുക്താക്ഷർ ക്ഷ ത്ര ജ്ഞ അല്ലേ. ജ്ഞാന്നല്ല, നമ്മൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? ജ്ഞാന്നാണ് വരിക. പക്ഷെ നിങ്ങൾ ജ്ഞാന്ന് പറഞ്ഞാൽ മതി, വലുതാകുമ്പോൾ നമ്മൾ അതിന്റെ കൃത്യമായ പ്രൊനൗൺസ് പഠിച്ചോളും. ജ്ഞ, ജ്ഞാനി അല്ലേ, ജ്ഞാനി. വൈകി ഒന്നത് വായിച്ച് കേൾപ്പിക്കാമോ? ക്ഷ സേ ക്ഷത്രിയ, क्षत्रिय, त्रा से त्रिशूल, त्रा से त्रिमूर्ति, त्रा से त्रिकोण, ज्ञा से ज्ञानी, വൈഗ കേൾക്കാൻ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു എനിക്ക് കേൾക്കാൻ പറ്റാത്തതെന്ന്. ഓക്കെ, ജ്ഞാ സേ ജ്ഞാനി. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ജ്ഞാ വരെ കൊടുത്തിട്ടുള്ളോ? അല്ല. സ്ര പഠിച്ചില്ലല്ലോ നമ്മള്. സ്ര എന്ന ലെറ്റർ പഠിച്ചോ? ഒരു ലെറ്റർ ഉണ്ട്. അത് അക്ഷരദീപത്തിൽ ഉണ്ടോ നിങ്ങൾക്ക് ആ ലെറ്റർ? ഇല്ല, അക്ഷരദീപത്തിലില്ല. അപ്പോൾ നമുക്ക് പഠിക്കണം എന്തായാലും, അത് ആ ലെറ്റർ കൂടെ വേണം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ആണ് സ്ര. വിച്ച് ഇസ് ദ ലെറ്റർ? സ്ര. ഓൾ ഓഫ് യു സേ ലൗഡ്ലി സ്ര. സ്ര. വാ തുറന്ന് പറയണം. ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം. ഇപ്പൊ സ്കൂളിൽ റെഗുലർ ക്ലാസ്സിൽ വന്ന സമയത്ത് ആർക്കും മിണ്ടാൻ അറിയില്ല. എന്താണെന്ന് ചോദിക്കുമ്പം വാ തുറക്കാൻ പറ്റുന്നില്ല. എന്താണ്? ഞാൻ ഇവിടുന്ന് ഉറക്കെ വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അവിടുന്ന് സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുക. നമ്മൾ ഉറക്കെ വായിച്ച് പഠിച്ചാലേ നമുക്ക് ഇവിടെ ബ്രെയിനിൽ കേൾക്കുള്ളൂ അല്ലേ. അപ്പൊ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാ വായിക്കുക? സ്ര. സ്ര. All of you say loudly. Sra. Sra se shramik. Sra se shramik. Okay, വൈഗ മാത്രമേ ഇവിടെ അൺമ്യൂട്ട് ആയിട്ടുള്ളൂ. അപ്പം ഉമർ ജാഫർ, പ്ലീസ് അൺമ്യൂട്ട്. ഉമർ. ഓക്കെ, സ്ര സെ ശ്രമിക്. Sra se shramik. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ലുബാബ. Sa se shrami.
ആ ശ്ര എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ഓക്കെ ലുബാബ, യൂണിഫോം ഇടാത്തതുകൊണ്ട് നിനക്ക് കാണാൻ രസമില്ല കേട്ടോ. ഇവാന ബിജു, യൂണിഫോം എവിടെ? ഇവാന സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. എയ്ഡൻ തോമസ്, ശ്രമിക്. ഓക്കെ, എന്താണ് ശ്രമിക് എന്ന് പറഞ്ഞാല് അറിയോ ഇഷാനി? ശ്രമിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവിടെ പിക്ചറിൽ മനസ്സിലാവുന്നത്? കർഷകൻ അല്ല, ലേബർ, അതായത് ശ്രമി, ജോലി ചെയ്യുന്ന ആള് അല്ലേ? അവരെല്ലാരെയും കർഷകൻ എന്ന് പറയുമ്പോൾ കൃഷിക്കാരെന്നുള്ളത്, ഫാർമർ. ശ്രമിക്, ശ്രമിക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആള്, ലേബർ. ഓക്കെ, ശ്രമിക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് എനിക്ക് ഈ ലെറ്റേഴ്സ് എല്ലാം ഒന്ന് വായിച്ചു തരണം. അതിന് ശേഷം ഞാൻ ആ ലെറ്റർ എങ്ങനെ എഴുതണ്ടേന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ആദ്യ. ഓക്കെ, പേജ് നമ്പർ 23 ക്ഷ മുതൽ വായിച്ചു കേൾപ്പിക്കണം. ശ്രമിക്ക്. ഓക്കെ, വെരി ഗുഡ്. ആദ്യ മോളെ ബുക്കിലെ പിക്ചർ നോക്കിയിട്ട് വായിക്കണം. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടല്ല, നമ്മളെപ്പോഴും പിക്ചർ നോക്കി ആ പിക്ചറിനാണ് നമ്മൾ ആ പിക്ചർ നെയിമാണ് പഠിക്കുന്നത്, ലെറ്ററും പിക്ചർ നെയിമും. ഇപ്പം നമുക്ക് എക്സാമിന് കുറേ പിക്ചേഴ്സാണ് തരുക അല്ലേ? അപ്പം ആ പിക്ചർ നോക്കിയിട്ടാണ് അതെന്താണ് നമ്മൾ പറയേണ്ടത്. അമ്മയുടെ മുഖത്ത് നോക്കി പറയരുത്. റിയാൻ, വെരി ഗുഡ്. ആദ്യ, റിയാൻ. ക്ഷത്രിയ, ത്രാസ്, ത്രിശൂൽ, ത്രാസ്, ത്രിമൂർത്തി, ത്രാസ്, ത്രികോൺ, ന്യാസ്, ജ്ഞാനി, ശ്രാസ്, ശ്രമിക്. ശ്രമിക്. ഓക്കെ, വെരി ഗുഡ്. ആദിഷ്. ക്ഷത്രിയൻ, ക്ഷത്രിയൻ, ദാസ്, തൃശൂൽ, ത്രിമൂർത്തി, ത്രികോൺ, ജ്ഞാനി, ത്രയല്ല, ശ്രമിക്. ഹിന്ദിയിൽ വേറെ വാക്കുണ്ട്, ശ്രം, അങ്ങനത്തെ ഒരു വാക്കുണ്ട്. ശ്രം, ശ്രമിക്ക്, ഇങ്ങനെയൊക്കെ പറയും അല്ലേ? ഓക്കെ, ഏബൽസിൻ്റോ? തൃശൂൽ, ത്രാസ്, ത്രിമൂർത്തി, ത്രാസ്, ത്രികോൺ, ന്യാസ്, ജ്ഞാനി, ശ്രമിക്. വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് റഫാൻ. ബുക്കില്ല അല്ലേ? ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നൊന്ന് കേൾക്കണം കേട്ടോ. നെക്സ്റ്റ് ആദിശ്രീ. ത്രിശൂൽ,
ത്രാസ് ത്രികോൺ ഓക്കെ, വെരി ഗുഡ്. ഞാ ഞാസ് ഞാനി ത്രാസ് ശ്രമി വെരി ഗുഡ്. അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് റഫ് നോട്ട് അല്ലെങ്കിൽ സ്ലേറ്റോ റഫ് നോട്ട് ഏതെങ്കിലും ഒന്ന് എടുത്തു വെച്ചവിടെ. ഇപ്പൊ സ്ര എന്ന ലെറ്റർ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് അക്ഷരദീപത്തിലില്ല. ഫസ്റ്റ് ഞാനിത് ഈസി ആയിട്ടൊന്ന് എഴുതി തന്നാണ്. നമുക്ക് ആ ലെറ്റർ കാണുമ്പോൾ ഒരു പേടിയാവും അല്ലേ, ഇത് എങ്ങനെ എഴുതാന്ന്. ഇതിങ്ങനെ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. നോക്കിയോ, ഫസ്റ്റ് നമ്മൾ ഇവിടെ തുടങ്ങണം. ഇത് കണ്ടോ, ഇവിടെ തുടങ്ങി ഇങ്ങനെ താഴോട്ട് വരയ്ക്കാം. അത് നമുക്ക് കുറച്ച് ചെരിഞ്ഞൊക്കെ വരക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ചെയ്യുക. ഇങ്ങനെ വന്നിട്ട് താഴോട്ട് എഴുതിക്കോ. ഇവിടെ നിന്ന് തുടങ്ങണം, ഇവിടെ നിന്നല്ല, ഇവിടുന്ന് ഫസ്റ്റ് ഇങ്ങനെ എഴുതി കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു വണ്ണ് കൊടുക്കുകയാണ് അല്ലേ, ഇവിടെ വരച്ചു ഒരു വണ്ണ് കൊടുക്കുകയാണ് അതിനോട് ചേർന്ന്. ഇവിടെ വരച്ചു, വണ്ണ് കൊടുത്തു, ഇതിൻ്റെ നടുക്കൂടെ ഒരു വര കൊടുക്കുകയാണ്, നടുക്കൂടെ ചെരിച്ചൊരു വര. ഇതാണ് സ്ര. കണ്ടോ, നോക്കിയേ. ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് നേരെ വരയ്ക്കുന്നു. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇങ്ങനെ കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു താഴോട്ട്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് വരച്ചു. ഇത് നേരെ വണ്ണ് വരച്ചു. അതിന് ശേഷം ഇതിൻ്റെ ഇവിടുന്ന് ഈ കോണിന്ന് നടുക്കൂടെ ഒരു വര വരയ്ക്കുന്നു, ലാസ്റ്റ് മുകളിൽ വരയ്ക്കുന്നു. ഇതാണ് സ്ര. ഈസി അല്ലേ? എഴുതി കഴിഞ്ഞു. ആദിശ്രീ, ഓക്കെ. നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ ലെറ്റർ ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ ഒന്നും ആവില്ല, കുഴപ്പമില്ല. അത് എഴുതിയാകുമ്പോൾ നമ്മൾക്കത് ഈസി ആയിക്കോളും. ഇത് ഞാൻ ഈസി ആയിട്ട് എഴുതിയ ലിപിയാണ്, കണ്ടോ. എല്ലാവരും തന്നെ എഴുതി, മിടുക്കരാണ്. അപ്പം മലയാളത്തിൽ നിങ്ങൾ സ്ര എന്ന ലെറ്റർ പഠിച്ചോ? കണ്ടു. ആദിഷ്, ലുബാബ, ആദിയ എല്ലാവരും എഴുതി കാണിച്ചു. വൈക, ഇവാന, ഓക്കെ. നിതാഷ, റിയാൻ, ഓക്കെ. അപ്പം മലയാളത്തിൽ നമ്മൾ എവിടെയാണ്, ഞാൻ ചെറുതായിട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. സ്ര എന്ന ലെറ്റർ ഇതാണ്, കണ്ടോ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത്, ഇഷാനി എന്താണ് വിഷമിച്ചിരിക്കുന്നത്? കണ്ടു ഉമർ, ഓക്കെ. കണ്ടു മക്കളെ. എന്നപ്പോൾ നിങ്ങളിത് നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത്, അക്ഷരദീപത്തിലില്ലല്ലോ. അപ്പോൾ 2 ലൈൻ കോപ്പിയിൽ അമ്മയോട് പറയണം. അമ്മയോട് പറയണമെന്നില്ല, നിങ്ങൾ തന്നെ എഴുതിക്കോളും, എനിക്കറിയാം എഴുതാൻ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരുടെയും കണ്ടു. അപ്പോൾ നോട്ട് ബുക്കിൽ ഒരു 3 or 4 or 5 ടൈംസ് ഫസ്റ്റ് ലൈനിൽ എഴുതുക. എന്നിട്ട് താഴോട്ട് ലൈനൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് താഴെ വരെ എഴുതി നോക്കുക. സ്ര എന്നാണ് അതിൻ്റെ പ്രൊനൗൺസ്. ഓക്കെ. പിന്നെ ഇത് വായിക്കാനുള്ളത് ഇനി ഡെൽവിൻ. ക്ഷാസെ ക്ഷത്രിയർ, എന്താണ്? ക്ഷാസയല്ല, രണ്ടാമത് വരുന്ന എന്താണ്? ത്രാസെ തൃശൂർ, നെക്സ്റ്റ് ലെറ്റർ ശ്രാസെ ശ്രമിക്കല്ലേ. ഒന്നുകൂടെ വായിച്ചേ. ക്ഷാസെ ക്ഷത്രിയർ,
शासे क्षत्रिय നെക്സ്റ്റ് പേജ് എടുക്കും മോനെ. നെക്സ്റ്റ് പേജിലല്ലേ എടുത്തത്? എവിടെ? ഷാ എവിടെ കാണിച്ചേ? നീ ഇപ്പൊ വായിച്ചത് കാണിച്ചേ. ആ പേജിലെ വായിക്കേ. ത്ര ഏതാണ് ആ ലെറ്റർ? ഫസ്റ്റ് ലെറ്റർ ത്ര. പിക്ചർ തൊട്ട് വായിക്കേ. തൃശൂലല്ലേ അത്? തൃശൂർ തൃശൂൽ. തൃശൂലം എന്ന് കേട്ടില്ലേ? തൃശൂലം, തൃശൂൽ. ത്രിമൂർത്തി. ത്രിമൂർത്തി. ത്രിമൂർത്തി എന്ന് പറഞ്ഞേ. ത്രിമൂർത്തി എന്ന് പറഞ്ഞേ. അയ്യോ ആയിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് ലെറ്റർ ഞാ. ഞാനിട്ട് വീണ്ടും നോക്കുവാണ് ഞാസെ വേറെ പിന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ടോന്ന്. ശ്രാസേ ശ്രമിക്ക്. ആ വെരി ഗുഡ്. നന്നായിട്ട് വായിക്കണം ഡെൽവിനെ. വായിക്കാത്ത കുറവാണ്. ഫാത്തിമ മെഹറിൻ. ക്ഷത്രിയ. ക്ഷത്രിയ. തൃശൂൽ. ത്രിമൂർത്തി. ത്രിമൂർത്തി. ശ്രാസേ ശ്രമിക്ക്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഷാസിൽ. ഷാസിൽ, വേർ ഇസ് യുവർ യൂണിഫോം? എന്നിട്ടോ ഏത് ഫാത്തിമേന്റെ പേർക്ക്? ഫാത്തിമ മെഹറിനാണോ? ഫാത്തിമ എം അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങോട്ട് പോകുമ്പോ യൂണിഫോം ഒക്കെ എടുത്തിട്ട് പോകണം. ബുക്ക് എടുക്കുമ്പോ അതേപോലെ യൂണിഫോം എടുത്തിട്ട് പോകണം ഇനി. ഓക്കെ റീഡ്. തൃശൂൽ. ത്രിമൂർത്തി. ത്രികോൺ. ഏതാ എത്തിയ? ത്രിമൂർത്തി കഴിഞ്ഞിട്ട് ത്രികോൺ വായിച്ചോ? ജ്ഞാസേ ജ്ഞാനി. ശ്രാസേ ശ്രമിക്ക്. ഓക്കെ നെക്സ്റ്റ് ആദിഷ് വായിച്ചോ? ഇല്ലല്ലോ. ആദിഷ് വായിച്ചു. ഇഷാനി? ഇഷാനി കേൾക്കുന്നില്ലല്ലോ. വായിക്കുന്നുണ്ടോ? അമ്മ വേണ്ട. മോള് വായിച്ചോ. മോള് വായിച്ചോ. അമ്മ വേണ്ട. ഷാസേ ക്ഷത്രിയ. തൃശൂർ.
ശ്രമിക്. സ്രാസ് ശ്രമിക്കും. ഓക്കെ, വെരി ഗുഡ്. ഉമർ ജാഫർ. ഉമർ. Say loudly. Nyase, Jnani. Strase ശ്രമിക്ക്. സൗണ്ട് നല്ലപോലെ കുറവാണ് നിങ്ങൾക്ക്. എയ്ഡൻ തോമസ്. ഇനി വായിക്കാത്തവർ എത്ര പേരുണ്ട്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. അൻവിതയുണ്ട്. ഛാസേ ക്ഷത്രിയ. റിയാൻ ഓക്കെ. ത്രാസേ ത്രിമൂർത്തി തൃശൂർ. എവിടെയാ നോക്കി വായിക്കുന്നേ? എവിടെയാ നോക്കുന്നേ? ബുക്കിൽ നോക്കി വായിച്ചേ. ത്രാസേ തൃശൂർ. ത്രിമൂർത്തി. ത്രാസേ ത്രികോൺ. ത്രികോൺ. ജ്ഞാസേ ജ്ഞാനി. സ്രാസേ ശ്രമിക്ക്. ശ്രമിക്ക്. എയ്ഡനെ ഇങ്ങനെയായ ശരിയാവില്ല. നന്നായിട്ട് വായിച്ചു പഠിച്ചു വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ ലുബാബ. ഛത്രി. ത്രാസേ തൃശൂർ. ത്രാസേ ത്രിമൂർത്തി. ത്രാസേ ത്രികോൺ. ഓക്കെ. ജ്ഞാസേ ജ്ഞാനി. ശ്രമിക്. സ്രാസേ ശ്രമിക്. ഓക്കെ. അൻവിത. ഛാസേ ക്ഷത്രി. ഛാസേ ത്രാസേ തൃശൂർ. ത്രാസേ ത്രിമൂർത്തി. ത്രാസേ ത്രികോൺ. ജ്ഞാസേ ജ്ഞാനി. സ്രാസേ ശ്രമിക്. ഓക്കെ വെരി ഗുഡ്. നിതാശ. ഓക്കെ വെരി ഗുഡ്. ഇനി ആരാണ് വായിക്കാത്തത്? നമുക്കിനി 6 മിനിറ്റ് കൂടെ ഉണ്ട്. ആരാണ് ഇനി ക്ലാസ്സിൽ വായിക്കാത്ത? ആരാണ്? ഏതൻ ജെ മാത്യു.
അൺമ്യൂട്ട് ചെയ്യ. ഓക്കെ, വായിക്കുമോനെ. ക്ഷാസേ ക്ഷത്രിയ, ക്ഷാസേ ക്ഷത്രിയ, ത്രാസേ ത്രിശൂൽ, ത്രാസേ ത്രിമൂർത്തി, ത്രാസേ ത്രികോൺ, ന്യാസേ ജ്ഞാനി, ശ്രാസേ ശ്രമിക്. ശ്രമിക്. ഏതൻ, വേർ ഇസ് യുവർ യൂണിഫോം? ഇല്ലാന്നു. കിട്ടിയില്ലേ യൂണിഫോം? കിട്ടി. എന്നിട്ട് എവിടെ യൂണിഫോം? യൂണിഫോം? എവിടെ? ഇന്നിടാൻ പറ്റില്ല, നാളെ ഇടുക. നാളെയോ? ഇന്ന് ഈ ഒരു ക്ലാസ്സേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇടണം. നാളെയല്ല, അടുത്ത ക്ലാസ് എത്ര മണിക്കാണ് നിങ്ങൾക്ക് UKGക്ക്? ആ ക്ലാസ്സിൽ ഇടണം. നിങ്ങളിപ്പം ക്ലാസ് കഴിഞ്ഞു, യൂണിഫോമിന്റെ ഷർട്ട് അവിടെ അഴിച്ചു വെക്കുന്നു, അടുത്ത ക്ലാസ്സിൽ വരുന്നു. നിങ്ങൾ ഏത് റൂമിലാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങളുടെ ഷർട്ട് അവിടെ വെക്കുക. അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ വീണ്ടും ഷർട്ട് എടുത്തിടുക. കേട്ടോ? ഓക്കെ. ഇനി ആരും ക്ലാസ്സിൽ വായിക്കാത്തുണ്ടോ? ഇവാന, ബിജു, ഏബിൾസിന്റെ വായിച്ചോടാ? വായിച്ചോ? ഇവാന ഇവിടെ പോയി? വീഡിയോ ഓഫ് ചെയ്തിട്ട്. ഏബിൾസിന്റെ ഞാൻ വായിച്ചതാ മിസ്സേ. വായിച്ചു കാണോ? അപ്പൊ ഇവാനെ കിട്ടിയില്ല. ബാക്കി എല്ലാവരും വായിച്ചു അല്ലേ? ഇനി വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിന് വോയിസ് ഇട്ട് തരിക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്, സ്ര എന്ന ലെറ്റർ എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതി ഹോംവർക്ക് ചെയ്തിടുക കേട്ടോ. വേറെ ഒന്നുമില്ല. അവർ ക്ലാസ് ഈസ് ഓവർ. See you. Okay, bye bye. നന്നായിട്ട് ആ ലെറ്റേഴ്സൊക്കെ വായിക്കുക, അതിൻ്റെ പിക്ചറും വായിക്കുക കേട്ടോ. നമുക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച അത്രയല്ലേ ഉള്ളൂ നമുക്ക് എക്സാമിന്. ഹിന്ദി കഴിഞ്ഞു. നമുക്ക് ഇപ്രാവശ്യം എന്തായാലും വേർഡ്സ് പഠിക്കണ്ട. നമുക്ക് ഈ ലെറ്റേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. വേർഡ്സ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലെത്തുമ്പം വീണ്ടും ഇത് തന്നെയാണ്, ലെറ്റേഴ്സും വേർഡ്സും തന്നെയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ. കുറച്ച് ചിഹ്നങ്ങളും മാത്രകൾ. അപ്പോൾ ഈ വർഷം ആ പിക്ചറും അതിൻ്റെ ലെറ്ററും അതിൻ്റെ ഫസ്റ്റ് ലെറ്ററും അതൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി. ഇത്രയേ വേണ്ടൂ. അത് നന്നായിട്ട് പഠിക്കുക. ലെറ്റേഴ്സൊക്കെ നന്നായിട്ട് ഉറക്കെ വായിക്കുക നിങ്ങൾ കേട്ടോ. ഉറക്കെ വായിച്ച് ഒരു 5-6 പ്രാവശ്യം എല്ലാ ദിവസവും ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ അതങ്ങോട്ട് ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ, ബൈ ബൈ.